സോ ഹലോ എവ്രി വൺ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ നിഫ്റ്റി അനലൈസിസ് വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ നിഫ്റ്റിയുടെ നാളത്തെ അനലൈസിസ് ചെയ്യും. ഓക്കെ, ലേണിംഗ് പർപ്പസിനാണ്. ഓക്കെ, സോ ഇതെല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു, നാളെ ഇന്ന് ഞാനധികം ബുള്ളിഷ് അല്ല. സോ ബിയറിഷ് വ്യൂ ആണ് എൻ്റെ ഉള്ളത്. സോ അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഡൈവർജൻസ് ഉണ്ടായിരുന്നു, ബിയറിഷ് ഡൈവർജൻസ് ഉണ്ടായിരുന്നു. RSI പ്ലസ് പ്രൈസ് ആക്ഷൻ ബേസ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇപ്പോൾ ഡൈവർജൻസ് ആണ് ഉള്ളത്. സോ നിഫ്റ്റി നമ്മൾ നാളത്തെ ഓപ്പണിംഗ് നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും നിഫ്റ്റി എവിടെ വരെ പോകുമെന്ന്. സോ ഓപ്പണിംഗ് ഇന്ന് ചെറിയൊരു ഫ്ലാറ്റ് ടു ജസ്റ്റ് ഒരു പോസിറ്റീവ് ആയിരുന്നു, ബട്ട് സസ്റ്റെയിൻ ചെയ്തില്ല. സോ ഞാൻ ഇന്നലെ ഒരു ട്രെൻഡ് ലൈൻ മേടിച്ചു കൊടുത്തായിരുന്നു. ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എടുത്ത് നോക്കുക. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചായിരുന്നു. സോ ആ ഒരു ട്രെൻഡ് ലൈനിൽ കണ്ടോ, നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ ശരിക്കും അത് വരച്ച് വെക്കണം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് കറക്റ്റ് ഐഡിയ കിട്ടും. സോ ഞാനൊരു ലെവൽ പറഞ്ഞായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ 24,170 or 180 ഒരു ഏരിയ ഞാൻ പറഞ്ഞായിരുന്നു. സോ നിഫ്റ്റി ഓൾമോസ്റ്റ് അവിടെ വരെ വന്നു. എന്തായാലും നമുക്ക് ഇവിടെ ഒരു ട്രേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ശരിക്കും നിങ്ങൾ ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടി നോക്കിയാൽ മതിയായിരുന്നു. ഇത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ബിയറിഷ് ട്രേഡ് എടുക്കാനായിരുന്നു. ബട്ട് അത് പോട്ടെ, നിങ്ങൾ എടുത്തോന്നില്ല എനിക്കറിയില്ല, ബട്ട് അത് നല്ലൊരു ട്രേഡായിരുന്നു. സോ നിഫ്റ്റി ഇന്ന് ഇവിടെ വരെ വന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിഫ്റ്റി ഇന്ന് കയറിയിട്ടുണ്ട്, ബട്ട് എക്സാക്റ്റ് എവിടെ വരെ കയറിയെന്ന് അറിയാവോ? ചെറിയൊരു ലാസ്റ്റ് ഒരു ബൗൺസ് കിട്ടിയില്ലേ? ഇത് കണ്ടോ, ഈ ട്രെൻഡ് ലൈൻ്റെ അതിൻ്റെ റീടെസ്റ്റാണ് ചെയ്തേക്കുന്നത് നിഫ്റ്റി. കണ്ടോ, റീടെസ്റ്റ്. സോ നമ്മളിത് ചാർട്ടിൽ നമ്മൾ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നിഫ്റ്റി ഇപ്പോൾ എന്താ ചെയ്യണേ. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇപ്പോൾ ഇനി എന്തായാലും നമ്മളിത് ബ്രേക്കായി, റീടെസ്റ്റ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് അറിയാമോ? ഫസ്റ്റ് ഇന്നത്തെ ഡേ ലോ ഇത് ബ്രേക്ക് ആവാൻ പാടില്ല. 24,140 ഇത് ബ്രേക്ക് ആയാൽ പിന്നെ മേജർ സപ്പോർട്ട് വരുന്നത്, അത് ബ്രേക്ക് ആയാൽ പിന്നെ കുറച്ച് ബിയറിഷ്നെസ് തുടങ്ങും. പിന്നെ മേജർ സപ്പോർട്ട് വരുന്നത് 23,990 അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത്. പിന്നെ നാളത്തെ ഓപ്പണിംഗ് നോക്കണം. നാളെ വലിയ ബുള്ളിഷ്നെസ് ഇപ്പോൾ എന്തായാലും മാർക്കറ്റിൽ ഇല്ല, ബട്ട് നമ്മൾ നോക്കേണ്ടി വരും നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ്. സോ ബുള്ളിഷ്നെസ് വരുന്നത് 24,400 അബവ് മാത്രമേ എന്തെങ്കിലും ബുള്ളിഷ്നെസ് കാണത്തുള്ളൂ. ഓക്കെ, സോ നാളെ നിഫ്റ്റി ഈ രണ്ട് ലെവൽസിൻ്റെ ഇടയിലാണെങ്കിൽ വലിയ കാര്യമായി ട്രേഡ് ഒന്നും കിട്ടാറില്ല. 24,400 അതിൻ്റെ അബവ് ആണെങ്കിൽ മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ. പിന്നെ 24,140 ഇത് ബ്രേക്ക് ചെയ്താൽ ബിയറിഷ് ആവുള്ളൂ. ഇടയ്ക്ക് നമുക്ക് ഇവിടെ വരെ 24,050 ഒരു ടാർഗറ്റ് ഉണ്ട്, അതുകൂടി നമുക്ക് കിട്ടും. ഓക്കെ, അത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, സോ നമ്മൾ ഈ ലെവൽസ് ഇതൊക്കെ എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇങ്ങനെ ഞാൻ വരച്ച് വെച്ച ഈ ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, അത് ബ്രേക്കായി അതൊക്കെ എല്ലാം റീറ്റേസ്റ്റ് ചെയ്ത് അതൊക്കെ എല്ലാം നമ്മൾ വരച്ച് വെക്കണം. കാരണം നമുക്ക് എക്സാക്റ്റ് അറിയാൻ പറ്റും പ്രൈസ് എന്താ ചെയ്യാൻ പോണേ, എന്താണ് നടക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ, സോ നമ്മളത് മറക്കരുത്. അതൊക്കെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുക, എല്ലാം ഡിസൈഡ് ആയിട്ട്. ഓക്കെ, പിന്നെ ഇനി ഇൻ ഫ്യൂച്ചർ ഞാൻ പതിയെ എല്ലാം കറക്റ്റായിട്ട് നീറ്റായിട്ട് എക്സാക്ട്ലി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ ലെവൽസ് കാര്യങ്ങൾ ഷെയർ ചെയ്യും. ബട്ട് അത് സ്ലോലി ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. സോ ഞാൻ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ഡീപ്ലി എനിക്ക് പറഞ്ഞു തരാൻ പറ്റും കറക്റ്റായിട്ട് വാട്ട് ഈസ് പ്രൈസ് ആക്ഷൻ, ഇവിടെ എന്തൊക്കെ നടക്കുന്നു ഓരോരോ പോയിന്റിലേക്ക്. ഓക്കെ, സോ ആസ് യൂഷ്വലി ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ ചാനൽ. ഓക്കെ, ബൈ.